പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവരും നല്ല മിടുക്കരായിട്ട് നല്ല ശ്രദ്ധയോടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തേ. കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവുകയാണ്. 12ാം പാഠം. പാഠത്തിൻ്റെ പേരാണ് തിരുപ്പട്ടം. ഈ പാഠം പഠിക്കുവാൻ, ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കുവാൻ, ഈ പ്രധാനപ്പെട്ട പാഠത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മക്കളൊന്ന് ശാന്തമായിട്ട് ഈശോ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, തിരുപ്പട്ടം എന്ന ഈ പാഠത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവേ, അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ പുരോഹിതരെയും പൗരോഹിത്യമെന്ന കൂദാശ സ്ഥാപിച്ചുകൊണ്ട് നിത്യപുരോഹിതനായ അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ വൈദികരെയും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളിൽ ആരെയെങ്കിലും അങ്ങ് പ്രത്യേകമായി ദൈവവിളി എന്ന മഹാദാനം നൽകി അനുഗ്രഹിക്കുന്നു എങ്കിൽ ഈ ദാനം സ്വീകരിക്കുവാനും ഈശോയെ, അങ്ങയുടെ വിളിക്ക് അങ്ങ് ഞങ്ങളെ വിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി നൽകിക്കൊണ്ട് അങ്ങയുടെ പൗരോഹിത്യത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം ഏതാണ്? തിരുപ്പട്ടം. നമ്മൾ 7 കൂദാശകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ഈശോ സ്ഥാപിച്ച ഒരു കൂദാശയാണ് തിരുപ്പട്ടം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ പ്രത്യേകമായി ഒരു തിരുവചനമുണ്ട്. മക്കൾ കേട്ടിട്ടുണ്ടോ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി ഈശോ 12 പേരെ നിയോഗിച്ച്. കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ ഈ തിരുപ്പട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈശോ തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ആ തിരഞ്ഞെടുക്കുന്നവരെ ഈശോ ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നതും അങ്ങനെ അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പുരോഹിതനാകാൻ, ഒരു വൈദികനാകാൻ ആഗ്രഹമുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്കേ. കുറച്ച് പേർക്കൊക്കെ, അല്ലെ കുറേ പേർക്ക് വൈദികനാകാൻ ആഗ്രഹമുണ്ട്, ഒരു പുരോഹിതനാകാൻ ആഗ്രഹമുണ്ട്. മക്കള്, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടേ. ആരെയാണ് ഈശോ തിരഞ്ഞെടുക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വീക്ഷിച്ചേ. And after this, he saw a publican named Matthew Levi sitting at the toll gate for the receipt of the customs. Follow me. And Jesus went up a hill to pray,
and spent the whole night there praying to God. And when day came, he greeted the 12 of them whom he named apostles. Simon, whom he also named Peter, and Andrew, his brother, James, and John, Philip, and Bartholomew, Matthew, and Thomas, James, the son of Alphaeus, and Simon, called Zelotes, and Judas, the brother of James, and Judas Iscariot, which was the traitor. കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ വീഡിയോയിൽ ഈശോ ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ രംഗം കണ്ടോ നിങ്ങൾ? ഈശോ ആരെയാണ് തിരഞ്ഞെടുത്തത്? ഈശോ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലേ? പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് താഴ്വാരത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടോ അനേകം ആൾക്കാർ ഈശോയുടെ ചുറ്റിലും നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈശോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു. മക്കൾ കണ്ടോ വീഡിയോയിൽ? പത്രോസിനെ തിരഞ്ഞെടുക്കുന്നു, അന്ത്രയോസിനെ തിരഞ്ഞെടുക്കുന്നു, യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു, ചുങ്കക്കാരൻ മത്തായിയെ തിരഞ്ഞെടുക്കുന്നു. അതെയല്ലേ, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരുടെ ഗണത്തിലേക്ക്, ഈശോ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ ഗണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് ആര്? അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളായ തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ, തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന എല്ലാ വൈദികരും ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ചവരാ. ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും ഈശോ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുത്തവരാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പോൾ ഈ പൗരോഹിത്യം അല്ലെങ്കിൽ തിരുപ്പട്ടം എന്നത് ഒരു കൂദാശയാണ്. നിങ്ങളത് മറന്നു പോകരുത്, നിങ്ങൾക്കത് അറിയാം. അപ്പോൾ ആരെയാണ് ഈശോ തിരഞ്ഞെടുത്തത്? ഈശോ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ പല പല കാലഘട്ടങ്ങളിലായി ഓരോ ദൗത്യമേൽപ്പിക്കാനായി തിരഞ്ഞെടുത്തു. ഈ പത്രോസ് ആരായിരുന്നു മക്കളെ? പത്രോസ് വലിയ ഉദ്യോഗസ്ഥനായിരുന്നോ? കളക്ടറായിരുന്നോ? ആരായിരുന്നു പത്രോസ്? പത്രോസ് ഒരു പാവപ്പെട്ട മുക്കുവനായിരുന്നു. പത്രോസ് ഒരു പാവപ്പെട്ട മുക്കുവനായിരുന്നു. കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അധിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ശിഷ്യനായിരുന്നു ഈ പത്രോസ്. ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഈശോ വിളിച്ചപ്പോഴും പത്രോസ് ആര് തന്നെയായിരുന്നു? ഒരു മുക്കുവനായിരുന്നു. പത്രോസ് എന്നിട്ട് ആരായി മാറി? പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം നിങ്ങളത് പഠിച്ചു. സൈരലേപനം എന്ന കൂദാശയെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടു ഈ പത്രോസ് എന്ന മുക്കുവൻ ആരായി മാറി? ഈ പത്രോസ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഒരു രക്തസാക്ഷിയായി സഭയിലെ ആദ്യത്തെ ഒന്നാമത്തെ മാർപ്പാപ്പയായി മാറി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ വിളിക്കുമ്പോൾ നമ്മൾ ആരുമല്ലായിരിക്കാം, പക്ഷേ ഈശോ കാണുന്നത്
നമ്മൾ എന്തായി തീരും എന്നാണ്. ഈശോ വിളിച്ചപ്പോൾ പത്രോസ് ഒരു മുക്കുവനായിരുന്നു. പക്ഷേ ഈശോ പത്രോസിൽ കണ്ടത് ആരെയാണ്? സഭയുടെ തലവൻ, ആദ്യത്തെ മാർപ്പാപ്പ, രക്തസാക്ഷി. ഇതൊക്കെയാ ഈശോ കണ്ടത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ ചിലപ്പോൾ ഒരു കുസൃതി പയ്യനായിരിക്കാം, അല്ല നിങ്ങൾ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരിക്കാം, നിങ്ങൾ അധികം പഠിക്കൊന്നുമില്ലാതെ ഒരു സാധാരണ ബാലനായിരിക്കാം. പക്ഷേ ഈശോ നിങ്ങളെ കാണുന്നത് നിങ്ങൾ ആരായി തീരും എന്നതാണ്. നിങ്ങൾ ആരായി തീരും എന്നതാണ്. അത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച്, ഈ പൗരോഹിത്യം എന്ന കൂദാശയെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിൽ കൂടി 33 വർഷം ഈശോ നടന്ന് ജീവിച്ചു അല്ലേ? ആ കാലഘട്ടത്തിൽ ഈശോ എന്തെല്ലാം ചെയ്തു പറഞ്ഞേ? രോഗികളെ സുഖപ്പെടുത്തി, ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. വീണ്ടും ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു അല്ലേ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരെ, ഈ 12 ശിഷ്യന്മാരെ വിളിച്ചതിൻ്റെ ഉദ്ദേശവും ഈശോ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ തുടരണം. ഈശോ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ ഈ ശിഷ്യന്മാരിലൂടെ തുടർന്നു കൊണ്ടുപോകണം. അപ്പോൾ ശിഷ്യന്മാര് അവരുടെ പിന്തുടർച്ചയായിട്ട് കൈവെപ്പ് ശുശ്രൂഷ വഴി വീണ്ടും മെത്രാന്മാരും വൈദികരും സഭയിൽ രൂപം കൊണ്ടു. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഈശോയുടെ ഈ രക്ഷാകര കർമ്മം നമുക്കിന്നും ആവശ്യമാണല്ലേ? ഇന്നും വേണ്ടേ ഈശോ ചെയ്ത ദൗത്യങ്ങൾ സഭയിൽ തുടർന്നു കൊണ്ടുപോകണ്ടേ? അതിനാണ് നമുക്ക് പുരോഹിതര്, അതിനാണ് നമുക്ക് വൈദികര്, അതിനാണ് നമുക്ക് ഈ തിരുപ്പട്ടം എന്ന കൂദാശ. കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയോട്, ഈശോയെ, ഈശോ ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അതിനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വൈദികനാകാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോ തിരഞ്ഞെടുത്ത ഒരു സമർപ്പിതയാകാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നത്? നിങ്ങൾ തിരുപ്പട്ടം എന്ന കൂദാശ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തിരുപ്പട്ട ശുശ്രൂഷയിൽ, ഒരു പുത്തൻ കുർബാനയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? പല കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും കൈവെപ്പ്, മെത്രാന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് സഭയിൽ പൗരോഹിത്യ പദവി നൽകപ്പെടുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നത്? മെത്രാന്മാരുടെ, അതായത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. നമ്മുടെ സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അവരുടെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് സഭയിൽ ഈ പൗരോഹിത്യ പദവി നൽകപ്പെടുന്നത്. കുഞ്ഞുമക്കളെ, ഈ ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ആരാണ് ഒരു പുരോഹിതനെന്ന്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ പറയുകയാണ്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ആർക്കു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി. ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്തിനാണ്? അവരെ നയിക്കാൻ. അപ്പോൾ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുന്ന ലീഡറാണ് ആര്? ഒരു പുരോഹിതൻ. തന്നെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഡറാണ്, നേതാവാണ്, ശുശ്രൂഷകനാണ് ആര്? ഒരു പുരോഹിതൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ വികാരിയച്ഛനെ കണ്ടിട്ടുണ്ടോ? വികാരിയച്ഛൻ്റെ പേരൊക്കെ അറിയാവോ?
വികാരിച്ചനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? അപ്പോൾ നിങ്ങള് ഒരു പുരോഹിതനെ കാണുമ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളൊരു വൈദികനെ കാണുമ്പോൾ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്? മക്കൾ മനസ്സിലാക്കി അല്ലേ? അതായത് ഈശോ അന്ന് ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഈശോ ആരെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്? ആ തിരുപ്പട്ടം എന്ന കൂദാശ വഴി ഈ വൈദികരെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഈശോ ചെയ്ത അതേ ദൗത്യം തുടരുന്നവരാണ് ആര്? നമ്മുടെ വൈദികര്. അപ്പോൾ നമ്മൾ അവരിൽ ആരെ കാണണം? ഈശോയെ കാണണം. ഈശോയെ കാണുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് സ്തുതി കൊടുക്കുന്നത് പോലെ ഈ വൈദികരെ കാണുമ്പോൾ ഈശോയുടെ സ്ഥാനത്ത് നിന്നാണ് നമ്മളവരെ കാണുന്നത്. നമ്മളവർക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. കുഞ്ഞുമക്കളെ, അപ്പോൾ ഈ പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണം. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മുൻപിൽ വയ്ക്കപ്പെട്ടവൻ. മുൻപിൽ വയ്ക്കപ്പെട്ടവൻ. ഓർത്തിരിക്കണം, പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മുൻപിൽ വയ്ക്കപ്പെട്ടവൻ. അവൻ ആരായിരിക്കും? അവൻ നേതാവാണല്ലേ, ശുശ്രൂഷകനാണ്, ലീഡറാണ്. അപ്പോൾ ഈ പൗരോഹിത്യത്തിന് അല്ലെങ്കിൽ പുരോഹിതരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു പുരോഹിതനായാൽ പ്രത്യേകിച്ച് 3 ധർമ്മങ്ങളാണുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കടമകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം പഠിപ്പിക്കുക, രണ്ടാമത്തെ കാര്യം വിശുദ്ധീകരിക്കുക, മൂന്നാമത്തെ ധർമ്മമാണ് നയിക്കുക. 3 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഒരു പുരോഹിതൻ്റെ 3 ധർമ്മങ്ങളാണ് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഇതിനു വേണ്ടിയാണ് സഭയിൽ ഒരു പുരോഹിതനെ ഒരു പുരോഹിതനാക്കി അഭിഷേകം ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ പുരോഹിതൻ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത്? സുവിശേഷം പ്രഘോഷിക്കുക, അതായത് ക്രിസ്തുവിനെ അറിയിക്കുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ഈ ഈശോയെ നമ്മൾ പഠിപ്പിക്കുക, ഈശോയെ കുറിച്ച് പഠിപ്പിക്കുക, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇതൊരു പുരോഹിതന്റെ ഒന്നാമത്തെ ധർമ്മമാണ്. വീണ്ടുമോ രണ്ടാമത് കൂദാശകളുടെ പരികർമ്മം വഴി വിശുദ്ധീകരിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്നു. നമ്മൾ പഠിച്ചു എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകൾ. ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുവാൻ ആർക്കാണ് അധികാരം? പുരോഹിതനാണ് അധികാരം. അപ്പോൾ ഈ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്ത് ദൈവജനത്തെ, നമ്മളെയൊക്കെ വിശുദ്ധീകരിക്കുന്നത് ആരാണ്? പുരോഹിതനാണ്. മൂന്നാമത്തെ കാര്യമാണ് നയിക്കുക. അപ്പോൾ നയിക്കുക എന്ന് പറഞ്ഞാൽ അജപാലന ദൗത്യം നിർവഹിക്കുക. എന്താണ്? തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളെ. ഇപ്പം നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ വികാരിയച്ഛൻ ആരെയാണ് നയിക്കുന്നത്? വികാരിയച്ഛന് ഏൽപ്പിക്കപ്പെട്ട ഇടവകയിൽ കുടുംബങ്ങളുണ്ടല്ലേ? നിങ്ങളതിലൊരു കുടുംബത്തിലെ മോനല്ലേ, മോളല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ആത്മീയമായ ഉത്തരവാദിത്വം ഈശോ ആരെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ഇടവകയിലെ പുരോഹിതനെയാ, വൈദികനെയാ. അപ്പോൾ ഈ 3 ദൗത്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഒരു വൈദികൻ ഈശോയുടെ പ്രിയപ്പെട്ട വ്യക്തിയായി, ഈശോയുടെ പ്രിയപ്പെട്ടയാളായി ജീവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്താണ് തിരുപ്പട്ടം എന്ന കൂദാശയുടെ നിർവചനം? നിങ്ങൾ ശ്രദ്ധിക്കണം. സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരികർമ്മം, അജപാലനം എന്നിവ വഴി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മെത്രാന്മാരെയും വൈദികരെയും കൃപാവരം നൽകി അധികാരപ്പെടുത്തി നിയോഗിക്കുന്ന കൂദാശയാണ് തിരുപ്പട്ടം. ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഈ നിർവചനം കാണാതെ പഠിക്കണം. കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് ഈ 12ാം പാഠത്തിൻ്റെ 1ാം ഭാഗമാണ് പഠിക്കുന്നത്. തിരുപ്പട്ടം എന്ന കൂദാശ അത് ഈശോ സ്ഥാപിച്ചതാണെന്നും ഈശോ തനിക്ക്
ഇഷ്ടമുള്ളവരെയാണ് വിളിക്കുന്നതെന്നും 1000ങ്ങളിൽ നിന്നും 10000ങ്ങളിൽ നിന്നും കർത്താവ് ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ ഇങ്ങനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഒരുമിച്ച് കൂട്ടി അവരെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചു തിരുപ്പട്ടം എന്ന കൂദാശ. ഈശോ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവരെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കാനായി സഭയിൽ സ്ഥാപിച്ച ഒരു കൂദാശയാണ്. ഈ പാഠം പഠിക്കുമ്പോൾ കുഞ്ഞുമക്കൾ ഒരു വചനം കാണാതെ പഠിക്കണം. ഇന്ന് നമ്മൾ പഠിക്കേണ്ട വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം ആണ്. 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ കുഞ്ഞുമക്കൾ ഇന്ന് വൈകുന്നേരം വായിച്ചു നോക്കണം. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ഇതിൽ ഒരു വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനങ്ങൾ നിങ്ങൾ മനഃപാഠമാക്കണം. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇത് കാണാതെ പഠിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത്ര സ്നേഹത്തോടെ നമ്മളെ നയിക്കുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ഈശോ ഏത് കൂദാശ സ്ഥാപിച്ചു? പൗരോഹിത്യം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോൾ 2 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യമാണ് ആരാണ് പുരോഹിതർ? നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചോദ്യമാണ് തിരുപ്പട്ട കൂദാശ എന്നാൽ എന്ത്? അതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വൈദികർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ വികാരിയച്ഛന് വേണ്ടി, നിങ്ങളുടെ കൊച്ചച്ഛന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുവോ? അവരെ കാണുമ്പോൾ സ്നേഹത്തോടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുവോ? ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. വൈദികർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നെ ഒരു വൈദികനാക്കണേ എന്ന് ആൺകുട്ടികളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? കാരുണ്യവാനായ ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളെ നയിക്കുവാൻ അങ്ങ് നൽകിയ എല്ലാ വൈദികരെയും സ്നേഹിക്കുവാനും അങ്ങ് ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ നല്ല വൈദികരായി ജീവിക്കുവാനും അങ്ങയുടെ വിളിക്ക് ഞങ്ങൾ സന്തോഷത്തോടെ പ്രത്യുത്തരം നൽകി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, എല്ലാ വൈദികർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ